കൊമ്പുച്ച ചിലരെങ്കിലും കേട്ട് കാണുമല്ലേ? ഇതെന്ന് പറയുന്നത് ഒരു ചൈനീസ് ഡ്രിങ്ക് ആണേ. വളരെ ചീപ്പായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ഇത്. നമുക്ക് ഏത് ഫ്രൂട്ട് വെച്ചും ഉണ്ടാക്കാം. മിക്കവാറും പുളിയുള്ള ഫ്രൂട്ട് വെച്ചൊക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഉണങ്ങിയ ഒരു കുപ്പി എടുത്തിട്ട് അതിൽ പൈനാപ്പിളിൻ്റെ സ്കിന്നിട്ടു, അതിൻ്റെ മുകളിൽ കൂടി ശർക്കര ഇങ്ങനെ വിതറിട്ടോ. അതാണ് പ്രോസസ്സ്. ഇതുണ്ടാക്കാൻ വേണ്ടത് നമുക്കൊരു സ്കോബി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. നമുക്ക് ഓൺലൈനിൽ മേടിക്കാനും കിട്ടും. സ്കോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെയും ബാക്ടീരിയൻ്റെയും ഒരു രൂപമാണ് കേട്ടോ. പൈനാപ്പിൾ കഴിക്കുകയും ചെയ്യുക, അതിൻ്റെ സ്കിന്ന് വെച്ച് നമുക്ക് കൊമ്പുച്ച ഉണ്ടാക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഒരു ഉപകാരം കിട്ടും ഇതിനെ കൊണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് ഇത് അങ്ങനെ ഒരു സാധനം കാണുന്നത്. അതാണ് സ്കോബി. ആ സ്കോബിനെ നമ്മൾ നല്ല വൃത്തിയിലെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ചിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സ്കോബി ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് പ്രോബയോട്ടിക്കിൻ്റെ ഒക്കെ ഒരു അതിപ്രസരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എൻ്റെ സ്കോബിയാണ് കേട്ടത്. ഞാൻ ആ സ്കോബി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ. പൊട്ടുന്ന കുപ്പി തന്നെ ഉണ്ടാക്കാനും ശ്രമിക്കണം, സൂക്ഷിക്കാനും ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുപ്പി, അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന സ്ഥലം എല്ലാം നല്ല ഹൈജീൻ ആയിരിക്കണം. അപ്പോഴാണ് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരുപാടുണ്ട്, എത്രയൊന്നും ഒരു ഡേ കുടിക്കാൻ പാടില്ല, കുറച്ച് കുടിക്കണം. നമ്മളൊരു മെഡിസിൻ പോലെ യൂസ് ചെയ്യണം കേട്ടോ. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഇമ്മ്യൂണൽ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ.